പണ്ടില്ലാത്ത പുതിയതായി വന്നൊരു ശീലമാണ് ഈ സാരി ഉടുക്കൽ, സെറ്റ് മുണ്ട് എടുക്കൽ. ഇപ്പോൾ വല്ലാത്തൊരു കൊതിയാണ് കേട്ടോ ഇതിനോട്. ആ ഒരു കൊതിയുടെ പുറത്ത് ഇപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ സെറ്റ് മുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഒരു ദിവസം അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ അന്ന് രാവിലെ തൊട്ടിട്ട് നല്ല മഴയായിരുന്നു. എന്നാലും ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം കൊണ്ടും അനുവിൻ്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൂരിയും മസാലക്കറി, വെജിറ്റബിൾ കറി എന്തോ ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സത്യം പറയാമല്ലോ, അനുവിൻ്റെ അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തി. ജസ്റ്റ് ഒരു ഔട്ടിങ്, ഒരു ദിവസം വെറുതെ ഒന്ന് പുറത്ത് പോയി വരുന്നു എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഞാനും വേറെ കുറച്ച് പേരും അമ്പലത്തിൽ കയറി. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങി. അപ്പോൾ ശ്രീനന്ദ പറഞ്ഞു അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ട്, ആനേനെ കാണാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ആനപ്പോയിട്ട് ഒരു ആനപ്പൂടെ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് കടന്നപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളും വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഡാൻസൊക്കെ കണ്ടു. പിന്നെ ഒരു കോൾഡ് കോഫി കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ കോൾഡ് കോഫി ഇല്ലയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം കറങ്ങിയൊക്കെ നടന്ന് ലാസ്റ്റ് വിശപ്പായപ്പോൾ ഞങ്ങൾ മാധവം കഫേയിലേക്ക് വന്നു. അതിനു മുന്നേ ഞങ്ങൾ നല്ലൊരു പർച്ചേസിങ് നടത്തിയിട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് മാത്രമാണ് ഫുഡ് കഴിച്ചുള്ളൂ. കാരണം കുറച്ചുകൂടി ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വേറൊരു വെൽക്കം ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ഹെവി ആയിട്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടെമ്പിൾ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അമ്പലത്തിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാതിരുന്നത്. അന്ന് വ്യാഴാഴ്ചയായ കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ.